സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കിടെ നാടകീയ രംഗങ്ങൾ, സ്വത്ത് വിവരങ്ങൾ മറച്ചുവെന്നാരോപിച്ച് നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ UDFും LDFും രംഗത്തെത്തി. പരാതി പരിശോധിച്ച വരണാധികാരി കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി തള്ളി. എന്നാൽ നിയമ നടപടി തുടരുമെന്ന് ഇരുമുന്നണികളും വ്യക്തമാക്കി. പറവൂരിൽ VD സതീഷിനെതിരെ ഇതേ ആരോപണം ഉന്നയിച്ച LDFും NDAയും വരണാധികാരിയെ സമീപിച്ചു. പരാതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം തേടിയ ശേഷം പത്രിക സ്വീകരിച്ചു. ബംഗളൂരുവിലെ കോടികൾ വില വരുന്ന വീട് സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്നായിരുന്നു നേമം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരായ കോൺഗ്രസ് ആരോപണം. ഇതോടെ രാജീവിന്റെ നാമനിർദ്ദേശ പത്രിക അവസാനം പരിഗണിക്കാമെന്ന് റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കി. തുടർന്ന് നടത്തിയ പരിശോധനകൾക്കൊടുവിൽ പത്രിക സ്വീകരിച്ചു. ഇതോടെ ആരോപണം കടുപ്പിക്കുകയാണ് UDF. 200 കോടി രൂപയുടെ ആസ്തിയുള്ള സ്വന്തം വീട്, കോറമംഗലയിലുള്ള അദ്ദേഹം താമസിക്കുന്ന സ്വന്തം വീടിന്റെ രേഖകൾ അദ്ദേഹം മറയ്ക്കുകയാണെങ്കിൽ വേറെന്തൊക്കെ മറച്ചിട്ടുണ്ടാവും? നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്, സുതാര്യമാണ്, ട്രാൻസ്പെറൻസി ഉണ്ടാകണം. ഇത് മറച്ചാൽ ഇനി എന്തൊക്കെ മറച്ചിട്ടുണ്ടെന്ന കാര്യം ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഈ പരിമിതികൾ ബഹുമാനപ്പെട്ട ROയ്ക്കുണ്ടെന്നുള്ള മനസ്സിലാക്കുന്നു. ശക്തമായിട്ടുള്ള നിയമത്തെ നടപടികളുമായി UDF മുന്നോട്ട് പോകും. ജനപ്രതിനിധി നിയമമുയർത്തി കോടതിയെ സമീപിക്കാനാണ് LDF നീക്കം. ആസ്തി വിവരങ്ങൾ മറച്ചുവെച്ചത് വോട്ടർമാരോടുള്ള വഞ്ചനയാണെന്ന് CPIM ആരോപിച്ചു. ഇത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ദേശീയ ഇലക്ഷൻ കമ്മീഷണർക്കും പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ആസ്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ കോടതിയിൽ പോകാനായിരുന്നു രാജീവിന്റെ വെല്ലുവിളി. 200 കോടിയുടെ സ്വത്ത് തനിക്കില്ലെന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്റെ വീടോ എന്റെ ഇൻകം ടാക്സോ ഇതിനെക്കുറിച്ച് കോൺഗ്രസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടിൽ പോവുക, പരാതി ഫയൽ ചെയ്യുക. ഞാൻ തയ്യാറാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ. 20 കൊല്ലമായി ഞാൻ പോളിറ്റിക്സിൽ. ഒരു ഒറ്റ ബ്ലാക്ക് മാർക്ക് എൻ്റെ പൊളിറ്റിക്കൽ റെക്കോർഡിൽ ഇല്ല. കോൺഗ്രസ് പറഞ്ഞാലോ, കോൺഗ്രസ് ഒരു നുണ പറഞ്ഞാൽ അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. രാജീവിന്റെ പ്രതികരണത്തിന് പിന്നാലെ കോൺഗ്രസ് വീണ്ടും ആരോപണവുമായി രംഗത്തെത്തി. രാജീവ് ചന്ദ്രശേഖരന്റെ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് 3500 സ്ക്വയർ ഫീറ്റുള്ള കാർ ഷെഡാണെന്നും 14.40 കോടി മൂല്യമുള്ളതാണ് ഷെഡെന്നുമാണ് ആരോപണം. ദൃശ്യങ്ങൾ വേണമെങ്കിൽ കാണിക്കാമെന്നും കോൺഗ്രസ് വെല്ലുവിളിച്ചു. രാജീവിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് LDFും വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പത്രികയ്ക്കെതിരെയും സമാനമായ ആരോപണമുയർന്നു. VD സതീശൻ വരുമാന വിവരം മറച്ചുവെച്ചെന്നും വാഹനത്തിന്റെ പിഴ ഒടുക്കിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി LDFും NDAയും രംഗത്തെത്തി. ഇതോടെ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ VD സതീശന്റെ വിശദീകരണം എഴുതി വാങ്ങിയ ശേഷം പത്രിക സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പോലും സതീശൻ നുണ പറയുന്നുവെന്ന വിമർശനവുമായി CPIM രംഗത്തെത്തി. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിയുടെ അസറ്റ്സിനെ സംബന്ധിച്ചും അയാളുടെ ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചും അറിയാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അതെല്ലാം മറച്ചുവെക്കുകയും അതെല്ലാം കുറച്ച് കാണിക്കുകയും ചെയ്ത് നുണകൾ മാത്രം എഴുതിയ ഒരു സത്യവാങ്മൂലവും നുണകൾ മാത്രം എഴുതിയ ഒരു നോമിനേഷനുമാണ് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് വിവിധ മണ്ഡലങ്ങളിലും പത്രികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായി. PV അൻവർ സത്യവാങ്മൂലത്തിൽ കേസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്നാരോപിച്ച് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അൻവറിന്റെ പത്രിക തള്ളണമെന്ന ആവശ്യം വരണാധികാരി അംഗീകരിച്ചില്ല. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രികയിലും മലമ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയുടെ പത്രികയിലും പരാതികൾ ഉയർന്നു. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പത്രിക സംബന്ധിച്ചും തർക്കമുണ്ടായി. പരാതികൾ കേട്ട കമ്മീഷൻ ഈ പത്രികകളൊന്നും തള്ളിയിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.